നമ്മുടെ ഇതുപോലുള്ള പൊതുനിരത്തിൽ ലോറിയിൽ കൊണ്ടുവന്ന് റോഡിലിട്ട് ഭാരത് റൈസ് കേന്ദ്ര സർക്കാർ വിറ്റത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അത്തരത്തിൽ വിൽപ്പന നടത്തുന്നത് കാണാനില്ല. അങ്ങനെ ഭാരത് റൈസ് എവിടെയുണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ റിലയൻസിൽ വാങ്ങാൻ കിട്ടും എന്നൊരു വിവരം അറിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ റിലയൻസിൽ കയറി നോക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിലെ റിലയൻസിൻ്റെ സ്മാർട്ട് ബസാറിൽ ഭാരത് അരി വാങ്ങാൻ കിട്ടുമെന്നറിഞ്ഞാണ് ഞങ്ങളിവിടെ എത്തിയത്. അരി വിൽക്കുന്ന ഭാഗത്ത് മറ്റ് സ്വകാര്യ ബ്രാൻഡുകൾക്കൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരിയും ഇരിപ്പുണ്ട്. 10 കിലോ പാക്കറ്റാണ്. 1 കിലോ അരിയുടെ വില 29 രൂപ തന്നെ. 10 കിലോയ്ക്ക് 290 രൂപ എന്ന ബോർഡും തൂക്കിയിരിക്കുന്നു. കൂട്ടത്തിൽ ഒരു ചാക്ക് തുറന്നു വച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് പച്ചരിയുടെ സാമ്പിൾ പരിശോധിക്കാൻ വേണ്ടിയാണ്. ബില്ല് ചെയ്യാൻ കൗണ്ടറിലെത്തിയപ്പോൾ എനിക്കൊരു സംശയമുണ്ടായി. സപ്ലൈകോയിൽ സബ്സിഡി നിരക്കിൽ കെ റൈസ് വാങ്ങാൻ റേഷൻ കാർഡ് പതിക്കണമല്ലോ. ആരും മാസം 10 കിലോയിൽ കൂടുതൽ വാങ്ങിക്കൂട്ടി മറ്റുള്ളവർക്ക് കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കരുതല്ലോ. എന്നാൽ റിലയൻസിലൂടെ അരി വിൽക്കുന്ന കേന്ദ്ര സർക്കാരിന് ഇതൊരു പ്രശ്നമേ അല്ലെന്ന് തോന്നുന്നു. 10 കിലോ ഭാരത് റൈസ് വാങ്ങിയ എനിക്ക് ഇനിയും വാങ്ങാനാകുമോ എന്ന് ഞാൻ കൗണ്ടറിൽ സംശയം ഉന്നയിച്ചു. എത്ര ചാക്ക് അരി വേണമെങ്കിലും വാങ്ങാമെന്ന് മറുപടി. റിലയൻസിലൂടെ ഭാരത് റൈസ് കേന്ദ്ര സർക്കാർ വിൽക്കുമ്പോൾ സാധാരണക്കാരിലേക്കെല്ലാം ഇതെങ്ങനെ എത്തിച്ചേരുമെന്ന സംശയം ബാക്കിയാക്കുകയാണ്. അതായത് ഞാൻ ഈ ഭാരത് റൈസ് 10 കിലോയുടെ പാക്കറ്റ് വാങ്ങാനായി റിലയൻസിലെത്തിയപ്പോൾ എനിക്ക് ഒരു തരത്തിലുള്ള രേഖകളും നൽകേണ്ടി വന്നില്ല. അതായത് റേഷൻ കാർഡോ ആധാർ അടക്കമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു രേഖകളുമോ നൽകേണ്ടി വന്നില്ല. പച്ചരി ഇപ്പോൾ പൊതുവിപണിയിൽ കിലോ 45 രൂപയാണെന്നറിയാമോ? കരിഞ്ചന്തക്കാർ 29 രൂപയ്ക്ക് കിട്ടുന്ന ഭാരത് അരി വാങ്ങിക്കൂട്ടി 45 രൂപയ്ക്ക് വിൽക്കും. ഭാരത് അരിയുടെ വിപണനം ഏൽപ്പിച്ചിരിക്കുന്ന നാഫെഡാണ് റിലയൻസിലൂടെ കേരളത്തിൽ വിൽക്കുന്നത്. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ആകട്ടെ ലോറിയിൽ കൊണ്ടുവന്ന് റോഡിലിട്ട് അരി വിൽപ്പന തുടരാനുള്ള നടപടികളിലാണ്. രണ്ടായാലും ഗുണം കരിഞ്ചന്തക്കാർക്ക് തന്നെ. ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.